ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ബൂബുവിന് ഓഫാണ്. അപ്പോൾ ഞാനും ഗ്രേക്കും കൂടെ പെട്ടെന്നൊരു ഡ്രൈവിന് വേണ്ടി വന്നേക്കാം. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 10 മിനിറ്റ് ട്രാവലേ ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാറ്റ്വിക് എയർപോർട്ട് കാണാം, അത്ര അടുത്താണ്. ജസ്റ്റ് ഇതൊരു പാർക്കാണ്. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ടും പിന്നെ ഇവിടെ ഈ ഒരു വീക്ക് സ്കൂൾ ഓഫാണ്, അതുകൊണ്ട് കുറച്ച് ക്രൗഡഡാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിരപ്പള്ളിയിലൊക്കെ പോയൊരവസ്ഥയാണ്. മൊത്തം കാറുകളൊക്കെ അങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പാർക്കിംഗ് ലോട്ടിലാണ്. പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഇപ്പോൾ ഗ്രേക്ക് ടിക്കറ്റ് എടുക്കാൻ പോയേക്കാണ്. നമുക്ക് പാർക്കിംഗ് ഫീസ് ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. സോ നമ്മളിവിടെ പാർക്കിംഗ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഡാഷ്ബോർഡിൽ വിസിബിളായിട്ട് വെക്കണം കേട്ടോ, അപ്പോൾ നമുക്ക് ഫൈൻ അടിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ അടിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാൻ പോവാം. ഇവിടെ ഇപ്പോൾ വിൻ്ററിൻ്റെ എൻഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ സ്പ്രിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് ഇത് കാണാൻ. ഒരു ലൈക്ക് സൈഡാണ്. ഇതേപോലെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെക്കേഷൻ ആയതുകൊണ്ട് നിറച്ച് പിള്ളേരാണ്. ഇന്ന് വെതറും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അധികം തണുപ്പൊന്നുമില്ല. ആൻഡ് ഓൾസോ സൂര്യനും ഉണ്ട്, അതുകൊണ്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും. നമുക്ക് എത്ര നടക്കാൻ പറ്റുമോ അത്രയും നമുക്ക് നടന്നിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും. ഡീപ്പ് ഫോറസ്റ്റിലോട്ട് കയറാൻ പറ്റും. Half an hour? No. 2 hours. Say hi. Hi. നല്ല കാറ്റുണ്ട്, അതിനനുസരിച്ച് തന്നെ ഓളം ഉണ്ട് കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ ഫുള്ള് ഡോഗ്സിനെ നടത്താം. പിന്നെ ഇന്നലെ ഇവിടെ മഴയായതുകൊണ്ട് ഫുള്ള് ചെളി പിടിച്ച് കിടക്കാണ്, അതുകൊണ്ട് പുല്ലിലൊന്നും കയറി ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര കാറ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നതൊന്നും കറക്റ്റായിട്ട് കേൾക്കാത്തത്. കണ്ടോ, ഇത് ഫുള്ള് വുഡ്സ് ആണ്. അത്യാവശ്യം ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ്. നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. ആൻഡ് ഓൾസോ ഇവിടെ ഇങ്ങനെ വഴി സെറ്റാക്കിയിട്ടുണ്ട് ഈ ലേക്കിൻ്റെ ചുറ്റുകൂടെ. നമ്മളിപ്പോൾ അതിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരെ മെയിൻ വിനോദമാണ് ഇതേപോലത്തെ സ്വാമിനും അല്ലാന്നുണ്ടെങ്കിൽ ഡക്കിനും ബ്രെഡ് കൊടുക്കുന്നത്. നമ്മളുടെ കയ്യിലും ബ്രെഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവരിങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നത്. അത് പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. ആരെങ്കിലും അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ വേറെ വിനോദം കേട്ടോ ഫിഷിങ്. അവിടെ ചെറിയ ചെറിയ ടെൻറ്റുകൾ കണ്ടോ, ഈ ടെൻറ്റുകൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് നമുക്ക് ഇവിടുന്ന് ഫിഷിങ് ചെയ്യാം ആസ് ആൻ ആക്ടിവിറ്റി. പക്ഷേ നമ്മളെ ഫിഷിനെ ക്യാച്ച് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, തിരിച്ച് പുഴയിലോട്ട് നിർത്തണം. അപ്പം എന്തിനാണ് ഫിഷിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതെനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നി. കാരണം മീനുകളൊക്കെ പിടിച്ചിട്ട് മീനുകൾക്ക് ഒരു മെൻ്റൽ ട്രോമ കൊടുത്തിട്ട് ചെകിലൊക്കെ പൊളിച്ചിട്ട് പിന്നെ തിരിച്ചതിൽ മീനിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മീനെ പിടിച്ചു കഴിഞ്ഞാൽ വെട്ട കറി വെക്കുക തിന്ന. ഇവിടെ എല്ലായിടത്തും മാക്സിമം ഇതിപ്പോൾ റോഡ് സൈഡിലായാലും മാക്സിമം വുഡാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്.
അതും ഭയങ്കര അടിപൊളിയായിട്ട് അതിൽ അടക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ നാട്ടിൽ വേലിയൊക്കെ അടക്കി വെച്ചേക്കുന്ന പോലെ ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും കാണാനില്ല. ഞാൻ പാലക്കാട് പെരുമാട്ടി പോയിരുന്ന സമയത്ത് അവിടെ ഇപ്പോഴും ഇതേപോലെ വേലികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. സോ ഇത് ഇൻസൈഡ് ഗാർഡനാണ്. ഇപ്പോൾ ഫുള്ള് ഇത് അലമ്പായിട്ട് കിടക്കുകയാണ്. കാരണം വിൻ്ററായിരുന്നു, ചെടികളൊന്നുമില്ല. ദ പീസ് ഗാർഡൻ മറ്റേ സിനിമയില്ലേ നൻപൻ, അതിലെ പാട്ടില്ലേ, അത് ഷൂട്ട് ചെയ്ത ഫുള്ള് ടുലിപ്പ് പാടങ്ങളില്ലേ, അതേപോലെ ഇരിക്കുന്ന സ്ഥലമാണ്. ഫുള്ള് ടുലിപ്സ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ബഡ്സ് ഉണ്ട്. ഇനിയിപ്പോൾ സ്പ്രിങ് ആവുന്ന സമയത്ത് ഫുള്ള് ഇത് പുറത്തോട്ട് വന്നിട്ട് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യും. ഇത് ചിലതൊക്കെ പുറത്തോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഫുള്ള് ഫ്ലവർ ആയിരിക്കും കേട്ടോ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇങ്ങനൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ കാരണം ഇവിടെ മരിച്ചവരുടെ മെമ്മറി ആയിട്ട് ആൾക്കാർ ബെഞ്ച് കീപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ഫ്ലവേഴ്സും വെക്കും. അങ്ങനെയാണ് ഇവർ അവരുടെ ലവ്ഡ് വൺസിന് അറിയിക്കാൻ. ഇതിപ്പോൾ മിസ്റ്റർ ജോഷ് ഹില്ലർ 32 years. തൊട്ടപ്പുറത്ത് ഹൈവേ പോകുന്നുണ്ട്, അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. പക്ഷെ എന്നാലും ഏരിയ ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. ഇവർക്ക് ആ ഒരു നോയ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് മൃഗങ്ങളെ കാണാൻ പോവാം. സോ നമ്മൾ അനിമൽസിനെ കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം സോൾട്ടനെ ബാംഗ്ലൂർ ലേ ഓവറിന് വന്നപ്പോൾ ഞാൻ ബന്നർഘട്ട നാഷണൽ പാർക്കിൽ കൊണ്ടുപോയിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്താ മൃഗങ്ങളൊക്കെ പൂട്ടിയിട്ടേക്കുന്നത്. ആനയുടെ കാലിൽ ചങ്ങലിട്ടപ്പോൾ എൻ്റെ അടുത്ത് ദിസ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അനിമൽസൊക്കെ ഫ്രീ ആയിട്ട് നടക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കതിനെ കാണാൻ പോവാം. അതിന് മുമ്പ് ഞാൻ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കാത്തിക്കാണ്. ഇവിടെ ഒരു ചെറിയൊരു കഫ്റ്റീരിയ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് വാങ്ങാം. അപ്പോൾ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് കിട്ടി. ഇനി നമുക്കിതും കൊണ്ട് നമുക്ക് മൃഗങ്ങളെ കാണാൻ പോകാം. ഇത് ഡൊമസ്റ്റിക് ഡോങ്കിയാണ്, കറിതയാണ്, പക്ഷേ വീട്ടിൽ വളർത്തുന്ന ടൈപ്പാണ്. ഈ ബേർഡ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കാണാൻ നല്ല രസമുണ്ട്. ഇന്ന് നമ്മുടെ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേനും ഇവിടെ നിറച്ച ആൾക്കൂട്ടം. അപ്പോൾ എന്താണെന്ന് പോയി നോക്കാം.
trees, and it's the closest I can get to Tungri. ഇത് നമ്മുടെ കുറുനരിയല്ലേ? ഇവിടെ അവന്മാര് കൊറേ ഉണ്ട് കേട്ടോ. Yeah. പിന്നെ നമ്മുടെ റാബിറ്റ്സ് ഉണ്ട്, ഗിനിപ്പിക്ക് ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ അധികം മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ആൻഡ് ഓൾസോ നമ്മുടെ നാട്ടിലത്തെ മൃഗങ്ങളുമല്ല, ഇവിടെ വേറെ മൃഗങ്ങളാണ്. അപ്പോൾ അതേ നമ്മൾ ആദ്യം കണ്ട അൽപ്പക്ക ഇവിടെ ഉണ്ട് കേട്ടോ, 3 പേര്. ഇവര് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തുപ്പും, അതാണ് ഇവരെ പ്രശ്നം. ഇപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഒരു തുപ്പ് കേട്ടോ. അപ്പോൾ ദേ അതൊരു ജസ്റ്റ് ഒരു 2 hours പാർക്ക് വിസിറ്റ് ആയിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സി യു.